ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ അതാ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ എനിക്കിന്ന് ഭയങ്കര മടിയായിട്ട് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഓർത്ത് എളുപ്പത്തിലൊരു ഫുഡ് ഉണ്ടാക്കാമെന്ന്. അതാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈസി ദോശയാണ് കേട്ടോ. മുട്ടയും തക്കാളിയും സവാളയും എല്ലാം കൂടി ചേർത്തിട്ട് കുറച്ച് പുതിനയിലയും കൂടി ചേർത്തിട്ടുള്ളൊരു ഇതാണ് കേട്ടോ. അപ്പോൾ അതിന് കറിയൊന്നും വേണ്ടല്ലോ. ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞു പോയിട്ടോ. അപ്പോൾ ആലിമിനെ അംഗനവാടിയിൽ കൊണ്ടുപോയി ആക്കിയിട്ടുണ്ട്. ആഹിലൊന്നുമില്ല കേട്ടോ. ആഹിൽ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഫുഡ് വെക്കാൻ ഒറ്റയ്ക്കാണെങ്കിൽ ഭയങ്കര മടിയാണ് കേട്ടോ. നമുക്ക് മാത്രമായിട്ട് ഫുഡ് വെക്കാൻ നമുക്ക് ഭയങ്കര മടിയായിരിക്കുമല്ലോ. അപ്പോൾ ഞാനൊന്നും ഉണ്ടാക്കണ്ടെന്ന് ആദ്യം വിചാരിച്ചതാണ്. അപ്പോൾ ഇന്നലെ വീട്ടിൽ നിന്ന് വന്നപ്പോൾ പഴമാങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ ആഹിലിനോട് പറഞ്ഞു ഇന്നിപ്പോൾ പഴമാങ്ങ കറി വെക്കാമെന്ന് ഓർത്താണെന്ന് പറഞ്ഞു. അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാണ് പഴമാങ്ങ കറി കേട്ടോ. അപ്പോൾ അവൻ പറഞ്ഞു എന്നാൽ ഞാൻ ഉച്ചയ്ക്ക് നേരത്തെ വരാം. വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. അവനിടയ്ക്ക് സൈക്കിളിൽ പോയിട്ട് വരാറുണ്ട് കേട്ടോ. അപ്പോൾ അവൻ വേഗം വരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു വന്നാൽ പിന്നെ ചോറ് വെക്കാമെന്ന് ഓർത്തു. അങ്ങനെ 12 മണിയായിട്ടുണ്ട് കേട്ടോ. കിച്ചണിലേക്ക് കയറിയപ്പോൾ ട്യൂഷന് കുട്ടികളുണ്ടായിരുന്നു. അവർ പോയതിന് ശേഷമാണ് കേട്ടോ ഞാൻ കിച്ചണിൽ കയറിയേക്കുന്നത്. ആഹിലൊന്ന് ട്യൂഷൻ ഇരുന്നില്ല കേട്ടോ. എല്ലാ ദിവസം ട്യൂഷൻ ഇരിക്കുന്നതാണല്ലോ. അപ്പം ഇന്നിപ്പോൾ ഞാൻ അങ്ങനെ ഫ്രീ ആയിട്ട് വിട്ടതാണ് കേട്ടോ. അപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും എല്ലാ കുട്ടികളും വരാറില്ല. അപ്പോൾ അവനും ഒരു എന്താ പറയുക ഒരു ദിവസമൊക്കെ ഫ്രീ കൊടുക്കണമല്ലോ. അപ്പോൾ അങ്ങനെ പോയതാണ് കേട്ടോ. അപ്പം ഞാൻ ചക്ക വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ചക്കക്കുരു ഇന്നലെ കുറച്ച് നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചക്കക്കുരും ചക്ക ചെറുതായിട്ട് കട്ട് ചെയ്തും അതിൽ മഞ്ഞപ്പൊടിയും ഉപ്പും കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് ഒന്ന് വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് പഴമാങ്ങയാണ് കേട്ടോ. പഴമാങ്ങ ഞാൻ കുറച്ചധികം തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പഴമാങ്ങ ഒന്ന് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം കേട്ടോ. അധികം വലിയ മാങ്ങയൊന്നും അല്ല കേട്ടോ, ചെറിയ മാങ്ങയാണ്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് തിളപ്പിക്കാനായിട്ട് വെക്കാം. അപ്പോൾ ശർക്കര നമ്മൾ ഓൾറെഡി പാനിയാക്കി വെച്ചത് തീർന്നു പോയിട്ടോ. ഞാൻ ഇതേപോലെ ശർക്കര വാങ്ങിച്ചിട്ട് അങ്ങനെ പാനിയാക്കി വെക്കാറുണ്ട്. എന്നിട്ട് അതാണ് നമ്മൾ എന്തെങ്കിലും കുക്കിങ്ങിൻ്റെ ആവശ്യത്തിനൊക്കെ ആയിട്ട് എടുക്കാറ്. ഇനിയിപ്പോൾ ഇപ്പുറത്ത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ചക്ക ഒന്ന് വേവിച്ചെടുത്തായിരുന്നല്ലോ, അത് നമുക്കൊന്ന് ഒലത്തിയെടുക്കാം കേട്ടോ. അപ്പം ആദ്യം തന്നെ കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് വെളുത്തുള്ളി, പിന്നെ കുഞ്ഞ് സവാള, പിന്നെ ഒരു ചെറിയ സവാള, ഇത് രണ്ടും കൂടി വഴറ്റിയതിന് ശേഷം അതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ആണല്ലോ കഴിക്കാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കഴിക്കാനായിട്ട്. സത്യം പറഞ്ഞാൽ ഈ ചക്കയും കപ്പയൊക്കെ ഇങ്ങനെ പച്ചനെ കഴിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം ഇതേപോലെ കുക്ക് ചെയ്ത് കഴിക്കാനാണ് കേട്ടോ. അപ്പം ഈ ഒരു സമയം എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടാതെ ലൈക്ക് ചെയ്യാണ്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്തേക്കണേ. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ. നമ്മുടെ പഴമാങ്ങയൊക്കെ ഏകദേശം അത്യാവശ്യം എന്താ പറയുക വെള്ളത്തിൽ കിടന്ന് നല്ല കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ശർക്കര പാനിയാവുന്നത് നോക്കിയിരുന്നതിന് ഒരുപാട് സമയം എടുക്കും. അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അരിപ്പ് എടുത്തിട്ട് അതിൽ നിന്നൊരു 2-3 ടീസ്പൂൺ ഇതിലേക്ക് കോരി എടുത്തിട്ടോ. കാരണം ഇനിയും അലരാനായിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം കുറച്ചാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്ര സമയം എടുക്കുന്നതാവാനായിട്ട്. അതാ പഴമാങ്ങ ശർക്കരപ്പാനിയിൽ കിടന്ന് നന്നായിട്ട് എന്താ പറയുക തിളക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് തിളക്കട്ടെ, കുറച്ചങ്ങോട്ട് വറ്റി വന്നോ കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് നല്ലൊരു പണി കിട്ടിയായിരുന്നേ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് പോയിട്ടോ. കറണ്ട് പോയിട്ട് 2 മണിക്കാണ് കറണ്ട് വന്നത്. അപ്പോൾ എൻ്റെ കുക്കിംഗ് എല്ലാം കോളമായിട്ടുണ്ട് കേട്ടോ. കാരണം നമുക്ക് മാമ്പഴ പുളിശ്ശേരിയിൽ തേങ്ങയും തൈരും കൂടി അരച്ച് ചേർക്കാനുണ്ടായിരുന്നു. അത് പറ്റിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ 2 മണിവരെ ഞാൻ വെയിറ്റ് ചെയ്തു. കറണ്ട് വന്നതിന് ശേഷമാണ് കേട്ടോ ഇത് വേഗം ഒന്ന് അരച്ചെടുത്ത് റെഡിയാക്കിയത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ ഞാൻ ഓൾറെഡി ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ മാമ്പഴ പുളിശ്ശേരിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം ഫുഡ് കഴിച്ചു കേട്ടോ. ആഹിലിനെ വെയിറ്റ് ചെയ്തിരുന്നിട്ട് ഒരു രക്ഷയില്ല. ആഹിൽ വൈകിയാണ് വന്നത്. 2:30 ആഹിൽ വന്നപ്പോൾ 2:45 ആയിട്ടോ. പിന്നെ ആഹിലിനുള്ളത് എടുത്തു വെച്ചിട്ട് ഞാൻ ഫുഡ് കഴിച്ചു. അപ്പോൾ ആഹിൽ വന്നപ്പോൾ കുറച്ച് ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് എങ്ങാണ്ടുമാണ് കുറച്ച് ഈ ഒരു റംബൂട്ടൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം മൈലാഞ്ചി ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ നെയില്. ഇത്രയും കളർ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിന് ഓരോ ദിവസം കഴിയുന്തോറും കളർ കൂടി വരും കേട്ടോ. അപ്പോൾ ആലിമിന് അംഗനവാടിയിൽ നിന്ന് ഞാൻ പോയി വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആലിമിന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റംബൂട്ടൻ ഞാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആലിമിന് റംബൂട്ടൻ കഴിക്കാനായിട്ട്. പക്ഷേ അവനങ്ങനെ മുഴുവനായിട്ട് കൊടുക്കാറില്ല. ഇറങ്ങിപ്പോവല്ലോ വായിലേക്ക് കുരുവുള്ളതുകൊണ്ട്. അതുകൊണ്ട് കത്തി കൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ചെറുതായിട്ട് സ്ലൈസായിട്ട് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ അവന് കൊടുക്കുന്നത്. ഭയങ്കര ഇഷ്ടമാണ് അവന് കഴിക്കാനായിട്ട്. നേരിയൊരു പുളി മധുരമൊക്കെ ആണല്ലോ, ഭയങ്കര ഇഷ്ടമാണ് അവന്.
അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേനും ഞാൻ ദാ ഇവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ടോ. സാധാരണ രാവിലെയാണ് ഇതൊക്കെ ചെയ്യാറ്, ഇന്നിപ്പോൾ ഒട്ടും സമയം കിട്ടിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ വൈകുന്നേരം ദാ ഇവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരി ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ അങ്ങനെ മരങ്ങളോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. കൂടുതലും അപ്പുറത്തെ പറമ്പിലേക്കാണ് കാറ്റൊക്കെ വരുമ്പോൾ ഇങ്ങോട്ടേക്ക് പറന്ന് വീഴുന്നൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു വാരി അങ്ങനെ കളഞ്ഞിട്ടുണ്ട്. പിന്നെ അത് അപ്പുറത്ത് കുറച്ച് പുല്ലൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുല്ലൊക്കെ ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. ഇനിയും കുറച്ചും കൂടി ഉണ്ട് കേട്ടോ പറിക്കാനൊക്കെ ആയിട്ട്. ഈ ഒരു സൈഡ് കുറച്ചും കൂടി പുല്ലുണ്ട് കേട്ടോ പറിക്കാനായിട്ട്. ശംഖുപുഷ്പം തനിയെ കിടന്ന് മുളച്ച് വന്നാണ്. ഇന്റർലോക്ക് കട്ടയുടെ ഉള്ളിലാണ് കേട്ടോ. വൈറ്റ് കളറിലാണ്, എങ്ങനെ വന്നെന്ന് ഒരു ഐഡിയ ഇല്ല കേട്ടോ. നമ്മുടെ ഡബിൾ പെറ്റൽ ഇത്രയും ആയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ഷെയ്ഡ് പോലെ ആയിട്ടുണ്ട്. നല്ല രസമുണ്ട് ഇതിങ്ങനെ കാണാനായിട്ട്. ഞാൻ മിക്കപ്പോഴും പറിച്ചെടുക്കാറുണ്ട് കേട്ടോ വെള്ളം തിളപ്പിക്കാനായിട്ട്. അപ്പം നോക്കിയേ എന്തൊരു ഭംഗിയാലേ, റോസാപ്പൂവിനെയൊക്കെ പോലെ ഉണ്ടല്ലേ. നല്ല രസമുണ്ട് കാണാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് ഈ ഒരു ഡബിൾ പെറ്റലിൻ്റെ. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് ചെടിയൊക്കെ ഒന്ന് നോക്കി വന്നപ്പോഴത്തേനും അച്ചിങ്ങയൊക്കെ ഉണ്ടായി കിടക്കുന്നുണ്ട് കേട്ടോ. ഇത് തനിയെ കിടന്ന് മുളച്ചതാണേ. നമ്മൾ പച്ചക്കറി വേസ്റ്റ് ഒക്കെ കളയില്ലേ, അപ്പോൾ അവിടെ അങ്ങനെ കിടന്ന് മുളച്ചതാണ് കേട്ടോ. അപ്പം ഞാനോർത്ത് ഇതിനൊന്ന് കെട്ടിക്കൊടുക്കാമെന്ന്. കാണാമെന്ന് വെച്ചാൽ ഇതിങ്ങനെ തൂങ്ങി കിടക്കുകയാണ് കേട്ടോ. കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നടക്കുമ്പോൾ ഇതങ്ങോട്ടും ഇങ്ങോട്ടും ടച്ചായിട്ട് ഇതങ്ങോട്ട് മൊത്തം പോകും. അപ്പം ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറുതായിട്ടൊന്ന് ചായച്ച് വെച്ചിട്ടൊന്ന് കെട്ടിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ. കയറൊന്നും കിട്ടിയില്ലായിരുന്നു നോക്കിയപ്പോൾ. അപ്പോൾ വേഗം ഒന്നൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങനെ അങ്ങോട്ട് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശർക്കര പാനിയാക്കിയത് ഞാൻ ഇപ്പോഴാണ് അരിച്ചു വെച്ചത്. കാരണം അത്യാവശ്യം ചൂടുണ്ടായിരുന്നു. ചൂടാവട്ടെ എന്ന് ഓർത്ത് വെയിറ്റ് ചെയ്തിരുന്നാണ് കേട്ടോ. അപ്പോൾ സമയം ജോലിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഈ നേരമായി. ഭാഗ്യത്തിന് ഉറുമ്പൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതാ 2 കുപ്പിയിലായിട്ട് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. ഞാൻ സാധാരണ ഒരു ചെറിയ കുപ്പിയിൽ മാത്രമേ എടുക്കാറുള്ളൂ. ഇതിപ്പോൾ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. പിന്നെ ഇപ്പോൾ ഒന്ന് ഇത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ ഇതേപോലൊരു ബോക്സിലാണ് കേട്ടോ. ഇതേപോലെ തൈര് പിന്നെ അതേപോലെ ശർക്കരപ്പാനി കൂടി അങ്ങോട്ട് സെറ്റായിട്ട് ഇരുന്നോളൂ കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ നോക്കി എടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണല്ലോ. ചെറിയ ചെറിയ കുപ്പിയാകുമ്പോൾ ചില്ലിൻ്റെ കുപ്പിയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ എടുക്കുമ്പോൾ പെട്ടെന്ന് താഴത്ത് വീഴാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ബോക്സിലാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ബോക്സേ പാടി അങ്ങനെ എടുത്താൽ മതിയല്ലോ. അപ്പം ഈ ഒരു സമയം പുറത്ത് നല്ല മഴയാണ് കേട്ടോ. മഴയുടെ ഇടക്കാണ് ഞാൻ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞു. പിന്നെ അതൊന്ന് മുറ്റത്തോട്ട് ഇറങ്ങി നോക്കിയതാണേ. അപ്പം ചെടികൾക്കൊക്കെ നന്നായിട്ട് വെള്ളം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ മഴ പെയ്തു. ഒരുപാട് നേരം പെയ്തില്ലെങ്കിലും അത്യാവശ്യം പെയ്തത് നല്ല രീതിയിൽ തന്നെയാണ് പെയ്തത്. അപ്പം ഇത്ര ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായെന്ന് ഇരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.